ചന്ദ്രത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട ലീലാമ്മേ. നന്ദന് ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യം. രജനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പാവം, അവൾ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് വെച്ച് ഞാനോ ഗിരിയോ പറഞ്ഞിട്ടില്ല. ഒന്നാമതേ ഓരോ വിഷമത്തിലിരിക്കുക. ആ അതെ, ഗിരിയും മുരളിയും കൂടെ ചെന്നാ നന്ദനെ രക്ഷിച്ചത്. പാവം, നന്ദനെ ഗുണ്ടകൾ ശരിക്കും ഉപദ്രവിച്ചിരുന്നു. നന്ദൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്നോടെല്ലാം മറച്ചു വെച്ചല്ലേ? മോളെ, മനഃപൂർവ്വമായിട്ടല്ല ഒന്നും പറയാത്തത്. എന്നാലും ശരി, അവനെന്റെ അനിയനല്ലേ അമ്മേ? അവനെന്തെങ്കിലും സംഭവിച്ച ഞാൻ അറിയണ്ടേ? എനിക്കറിയാം, എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. പാവം നന്ദൻ, എനിക്ക് അവനെ ഒന്ന് കാണണം. മോളെ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. എന്റെ അനിയനെ എനിക്കൊന്ന് കാണണം. എന്താ എന്താ എന്നാലും എന്നോടൊന്ന് പറയാൻ പാടില്ലായിരുന്നോ ഗിരിക്ക്? എനിക്ക് വീട്ടിൽ പോണം, നന്ദനെ കാണണം. അവനിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ നടന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഗിരി, എന്റെ വീഴ്ചയാ. ആ ലീലാമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അവൾ ഈ വിഷയമൊക്കെ എങ്ങനെയോ അറിഞ്ഞു. ഓരോന്ന് ചോദിച്ചപ്പോ നന്ദന്റെ കാര്യം അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി. അത് രജനി കേട്ടു. ചന്ദ്രോത്ത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു കാണും. ഒക്കെ എന്നെ അറിയിക്കണ്ടെന്ന് കരുതി പറയാതിരിക്കുവല്ലേ? രജനി, ചന്ദ്രോത്ത് നീ അറിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. പിന്നെ നന്ദന്റെ കാര്യം നിന്നെ അറിയിക്കാത്തത്. നീ തന്നെ ആശുപത്രിയിൽ നിന്ന് വന്ന് നിൽക്കുകയല്ലായിരുന്നു? അതിന്റെ വേദനയിലും ഔഷധയിലും ഒക്കെ അല്ലായിരുന്നു? വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ അസുഖമുള്ളവരെ അറിയിക്കാതിരിക്കുന്നത് ഒരു മുൻകരുതലാ, പൊതുരീതിയാ. അവരുടെ പ്രയാസം കൂട്ടണ്ട എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ. അതിനി ഒരു മഹാകാര്യമാക്കണ്ട. എന്നാലും എന്നോടൊന്ന് സൂചിപ്പിക്കാത്ത എന്താ? സൗകര്യം ഇല്ലാത്തോണ്ട് പോയി കേസ് കൊടുക്ക്. ഗിരി, എന്താണ് ഒരു മര്യാദ ഇല്ലാതെ ദേഷ്യപ്പെടുന്നേ? അമ്മേ, ഫോൺ ചെയ്യുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തവര് ഈ വീട്ടിലുണ്ടെന്ന് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. നീ ഒന്ന് നിർത്ത് ഗിരി. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു കരച്ചില. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എനിക്ക് വേണ്ടിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാ നിന്നോടത് പറയാതിരുന്നത്. നിന്റെ ഡിപ്രഷൻ കൂട്ടണ്ടെന്ന് കരുതിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നീയും ഇത്തരം അവസ്ഥകളിൽ പലതും പലരോടും പറയാതിരുന്നിട്ടുണ്ടാവും. പിന്നൊരവസരത്തിൽ സ്വാഭാവികമായിട്ട് അവരതൊക്കെ അറിയുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാമേ, ഇനിയിപ്പോ എന്ത് കാര്യം നടന്നാലും ഉള്ളതുള്ള രീതിയിൽ തന്നെ അങ്ങ് വിളിച്ചു പറയാം. എന്താ? മതി, നീ ഒന്ന് മിണ്ടായിരിക്കെ. മോൾ അപ്പോഴത്തെ വിഷമത്തിൽ ഒരു പരിഭവം കാണിച്ചു, നീ വഴക്ക് പറഞ്ഞു, അത് തീർന്നു. ഇനി മതി. രജനി മോളെ, കരയണ്ട. കണ്ണുടയ്ക്ക്. ഗിരി പറഞ്ഞ പോലെ എന്റെ ഒരു ശ്രദ്ധ കുറവാ, പറ്റിപ്പോയി. ഇനി ഞാൻ നോക്കിക്കോളാം. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.